Come and fly away with me. 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 ഹായ് ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ക്യാഷ്വൽ വിയേഴ്സിലെ സെക്കൻഡ് ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട്. സോ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ലൈനിങ് ഞാനിപ്പം 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഓരോന്നും അടയാളപ്പെടുത്താം. അപ്പം കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിന് വേണ്ടിയിട്ടൊരു 4 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റ് അളവല്ല, ലാസ്റ്റ് നമുക്കത് കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ടാകും. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ ആം ഹോളായിട്ട് ഒരു 6 ഇഞ്ചസാണ്. ഒരു മീഡിയം സൈസൊക്കെ വരുന്നവർക്ക് ഒരു 6 ഇഞ്ചസൊക്കെ മതിയാകും കേട്ടോ. അത് വണ്ണത്തിനനുസരിച്ച് സൈസിനനുസരിച്ച് മാറി വരുമ്പം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബസ് സൈസും അതുപോലെ വേസ്റ്റിനുള്ളതും മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ മുകളിൽ നിന്ന് എത്ര ഇറക്കത്തിലാണ് സ്ലിറ്റ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യാം. 18 ഇഞ്ചസും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ നമുക്ക് വേണ്ട വണ്ണം എനിക്ക് വേണ്ടത് ഒരു 9 ഇഞ്ചസാണ്. അതും കൂടെ മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ അളവിൻ്റെ 4/1 അളവാണ് കേട്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് മൊത്തം. തുണി 4ആയിട്ടാണല്ലോ മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4/1 നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം അത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടി 2 ഇഞ്ചസാണ് ഞാൻ കൊടുക്കുന്നത്. ആ 2 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അതും കൂടെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് നോക്കിയെടുക്കാം. ലൈനിങ്ങിൽ എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് എനിക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതാണ് മാർക്ക് ചെയ്യുന്നത്. 45 ഇഞ്ചസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരിത്തിരി കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. നല്ല പീസിലേക്ക് കട്ട് ചെയ്യുമ്പം നമ്മളൊരു 3 ഇഞ്ചസും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടായിരിക്കും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴെ സൈഡ് ഓപ്പണിൽ എത്ര വീതി വേണം എന്നുള്ളത്, എനിക്ക് 10 ഇഞ്ചസാണ് വേണ്ടത്. അത് മാർക്ക് ചെയ്തു. 2 ഇഞ്ചസ് തയ്യൽ തുമ്പിനും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുകളിൽ നമ്മൾ ആ വരച്ച ലൈനും താഴത്തെ ലൈനും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലും ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസായിട്ട് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൈനിങ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല മെറ്റീരിയൽ ഇത് വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. കറക്റ്റ് വണ്ണത്തിനനുസരിച്ച് 4ആയിട്ട് കറക്റ്റ് അങ്ങനെ മടക്കിയിട്ടുള്ളൂ. മൊത്തത്തിൽ മടക്കിയിട്ടില്ല, കാരണം നമുക്ക് ബാക്കിയുള്ള സ്ലീവ്സിന് വേണ്ടി എടുക്കാമല്ലോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫുൾ ലൈനിങ് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, താഴേക്ക് ഞാൻ എക്സ്ട്രാ നീളം വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 45 ഇഞ്ച് മൊത്തം വേണം. അതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ നീളം. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടൊരു കുറച്ച് തുണി എക്സ്ട്രാ ഞാൻ താഴേക്ക് നല്ല മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കട്ട് ചെയ്യുമ്പം അതതുപോലെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബാക്കി മെറ്റീരിയലിൽ സ്ലീവ്സിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഫുൾ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഉള്ള തുണി ഇതുപോലെ മടക്കിയെടുക്കുക. ഞാനിപ്പം ആകെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് 3 മീറ്ററാണ് ഞാനിപ്പം ഇതിനു വേണ്ടി മൊത്തം എടുത്തിരിക്കുന്ന തുണി. അതിൽ ആണ് എനിക്ക് ഇത്രയും ഫുൾ സ്ലീവൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും വേണ്ടി വരും കേട്ടോ. അപ്പം എനിക്കൊരു 24 ഇഞ്ചസാണ് വേണ്ടത്. പിന്നെ 1.5 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടിയായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തെ വണ്ണം വന്നിട്ട് എനിക്ക് വേണ്ടതൊരു 4 ഇഞ്ചാണ്. പിന്നെ ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 5 ഇഞ്ച് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാം. മുകളിൽ അങ്ങനെ കേവ് വരുന്ന രീതിയിലും വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ നെക്ക് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു ക്യാൻവാസ് പീസ് നമ്മൾ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിന് അതിനകത്ത് മെഷർമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ്, കാരണം അത്രയും ഭാഗം ബാക്കി കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ കിട്ടണമല്ലോ. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അകലം എനിക്ക് വേണ്ടത് 3.5 ഇഞ്ചാണ്. എനിക്ക് നെക്കിൻ്റെ അകലം വേണ്ടത് 3.5 ഇഞ്ചാണ്. അതവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് താഴേക്കുള്ള ഇറക്കം വന്നിട്ട് ഞാനൊരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ചും കൂടെ ഇറക്കം മാർക്ക് ചെയ്തു. അതിനുശേഷം അതൊരു സ്ക്വയർ പോലെ വരച്ചെടുക്കുകയാണ്. അങ്ങനെ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതുപോലൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പം ആ ഒരു അളവിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഷേപ്പ് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതുപോലെ തന്നെ വേറൊരു ക്യാൻവാസ് എടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ വെച്ച് അതിനുശേഷം അതൊന്ന് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷമാണ് ഞാൻ ഒറിജിനൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേതെനിക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് റഫായിട്ട് വെട്ടിയെടുത്തത്. എന്നിട്ട് ആ ഒരു ഇത് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വീതിയിലും കൂടെ ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു നമ്മുടെ നല്ല മെറ്റീരിയൽ തന്നെ ഒരു പീസോ ലൈനിങ്ങോ ഏത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ മെഷർമെൻറ്റ്സോടെ കറക്റ്റ് ആഡ് ചെയ്യാം. സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് 2 ഭാഗത്തേക്ക് 3.5 ഇഞ്ച്, നമ്മളിതിന് അകലെടുത്ത് 3.5 ഇഞ്ചാണല്ലോ, അത് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് അയൺ ബോക്സ് വെച്ച് ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഒരു കുറച്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് ക്യാൻവാസിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. 3 വശവും നമുക്ക് ഇതുപോലെയൊന്ന് മടക്കി അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് പീസും നല്ല മെറ്റീരിയലിൻ്റെ പീസും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെക്കാം. നമ്മളിപ്പം ഫ്രണ്ട് പോർഷനിലെ ഭാഗമാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെയും ഇപ്പം നമ്മൾ 2 പീസ് ഒന്നിച്ച് വെച്ചല്ലോ, അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററും കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് പിന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ക്യാൻവാസിൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ഇങ്ങനെ വളച്ച് പിടിച്ച് അടിച്ചെടുക്കാം. കുറച്ച് കഷ്ടപ്പാടുണ്ട്, ഇങ്ങനത്തെ ഒരു നെക്ക് ആയതുകൊണ്ട് പതിയെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് ഉൾഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമുക്ക് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചെടുക്കാം, മറിച്ചെടുക്കാം ഉള്ളിലേക്ക്. നമ്മളിതിപ്പം ചെറിയ കട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്ക് അവിടെ നിൽക്കുക. എന്നിട്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തിപ്പോരും. അപ്പോൾ ഞാൻ നല്ല പീസിലേക്കായിട്ട് അടിച്ചെടുക്കുന്നില്ല. നല്ല പീസിലേക്ക് അടിപ്പൊന്നും വരാത്ത രീതിയിൽ അത് പൊളിച്ചിട്ട് ലൈനിങ്ങിലേക്ക് മാത്രമാണ് വെച്ചടിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിലേക്ക് വെച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കറക്റ്റ് വലിച്ചു പിടിച്ചൊക്കെ ചെയ്യണം. വലിച്ചു പിടിക്കുമല്ല, കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്കത് ചുളുക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശരിക്കും നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാൻവാസ് അവിടെ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഫ്രണ്ടിലേക്ക് കാണുമ്പോൾ വൃത്തികേടൊന്നും തോന്നത്തുമില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കും ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ബാക്കിൻ്റെ ഞാൻ കഴുത്ത് ലൈനിങ്ങിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ 3.5 ഇഞ്ചാണല്ലോ എടുത്തത്. ഇവിടെ ഇപ്പം ഞാൻ ക്യാൻവാസ് വെക്കാത്തത് കൊണ്ട് 3.25 ഇഞ്ചാണ് അകലം മാർക്കുന്നത്. ഒരു 1/4 ഇഞ്ച് കുറയ്ക്കുകയാണ്. 3.5 ഇഞ്ചിന് പകരം 3.25 ഇഞ്ചാണ് മാർക്കുന്നത്. കാരണം തയ്യൽ തുമ്പും കൂടെ വരുമ്പം 3.5 ആയിക്കോളും. എന്നിട്ട് ഇറക്കം ഞാനൊരു 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം ബാക്ക് കഴുത്ത് കുറച്ച് കയറിയ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരളവിൽ ഇതുപോലൊരു സ്ക്വയർ വരച്ചെടുത്ത് ബാക്കിലൊരു റൗണ്ട് നെക്കും കൂടി ഇങ്ങനെ ഒരു കേവും കൂടെ വരച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ നല്ല മെറ്റീരിയലിലോട്ട് വെച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പം അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ എടുത്ത 3.25 അളവ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിങ് പീസും അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നാലും നമുക്ക് വൃത്തിയായിട്ട് അത് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു പ്രസ്സിൻ്റെ രീതിയിൽ ലൈനിങ്ങിന് ചുറ്റും ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ പോർഷൻ നമുക്കിനി ഇത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് പൊട്ടിപ്പോകാണ്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം.
അയൺ ചെയ്തെടുത്തത് കൊണ്ട് അത് വൃത്തിക്ക് നിൽക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പതിച്ചടിക്കാൻ പോയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ചെറിയൊരു സ്ലോപ്പ് വരയ്ക്കണം. അപ്പം ഞാൻ ഒരു ഇഞ്ച് അല്ല 1/2 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും സെയിം പോലെ സ്ലോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡേഴ്സ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോൾഡർ മറിച്ചിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് സ്ലോപ്പ് വരച്ചതിന് ശേഷം. ചെയ്യുമ്പം ഒരു 2 അടിപ്പൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ, പെട്ടെന്ന് പൊട്ടി പോകരുതല്ലോ. അപ്പം നമ്മുടെ ഷോൾഡേഴ്സൊക്കെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് ഷോൾഡേഴ്സ് അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കും തയ്ച്ചതിന് ശേഷം വെച്ച് നോക്കാം. അപ്പോൾ എനിക്ക് ഷോൾഡർ വേണ്ടത് 3 ഇഞ്ചസാണ്. അപ്പം 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിനും കൂടെ കൂട്ടിയിട്ട് 3.5 ഇഞ്ചാണ് മുകളിൽ മാർക്ക് ചെയ്തത്. എന്നിട്ട് ആം ഹോൾ താഴേക്ക് 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു കേവ് വരച്ചു കൊടുത്തു. ആദ്യത്തെ കേവ് നമുക്ക് ബാക്കിൽ പീസിനും വേണ്ടിയിട്ടുള്ള കേവാണ് വരച്ചത്. പിന്നെ ഫ്രണ്ടിൽ പീസിന് മാത്രമായിട്ടാണ് ഞാൻ ഉള്ളിലേക്കൊന്ന് കുഴിച്ച് വരച്ചത്. ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഈ ആം ഹോളിൻ്റെ അടുത്ത് നിന്ന് ചുളുങ്ങിയൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മെത്തഡാണ് ഇങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെയും കൂടി ഒന്ന് വരച്ചെടുത്തു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടും കൂടി ആദ്യം വരച്ച കേവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ടിലെ നല്ല പീസും ലൈനിങ്ങും മാത്രം പൊക്കിയെടുത്തിട്ട് ആ കുഴിച്ച് വരച്ചത് കട്ട് ചെയ്തെടുക്കുക. ബാക്കിലും കൂടെ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഭയങ്കരമായിട്ടും ടൈറ്റായി പോകും. അതുകൊണ്ട് രണ്ടാമത്തെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിലെ മാത്രം എടുത്തിട്ട് ലൈനിങ്ങും നല്ല മെറ്റീരിയലും ഫ്രണ്ടിൽ മാത്രം എടുത്തിട്ട് ഇതുപോലെയൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം 2 ഭാഗത്തും. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി സ്ലീവ് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കണം. 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശം ഇതുപോലെ ഇടുക. അതിനുശേഷം സ്ലീവിൻ്റെയും നല്ല വശം താഴേക്ക് ഇടുക. അപ്പം നല്ല വശം ചേരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ലീവിൻ്റെ മുകളിലേക്ക് നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗം അതിൻ്റെ മോശം വശമാണ് കേട്ടോ. നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യം ഈ ഒരു വശത്തേക്ക് പോകുന്നു, അവിടുന്ന് തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നു, എന്നിട്ട് അപ്പുറ വശത്തേക്ക് പോകുന്നു, അവിടുന്ന് തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നു. അപ്പോൾ മൊത്തം 2 അടിപ്പാകുമല്ലോ. ആ രീതിയിൽ ഇത് ഫുള്ളൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്.
അപ്പം ഇത് വണ്ണം കറക്റ്റ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റർ ഏതാണോ, തുണിയുടെ നടുഭാഗം ഏതാണോ അത് ആദ്യം മാർക്ക് ചെയ്യണം. അപ്പം അയൺ ചെയ്ത പാടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുകളിൽ കൂടെ ചോക്ക് കൊണ്ടത് വരച്ചത്. എന്നിട്ട് ആ സെൻറ്ററിൽ കറക്റ്റ് വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്കും നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഞാനതുപോലെ ബസ് സൈസും മാർക്ക് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് സ്ലിറ്റ് എത്ര ഇറക്കത്തിലാണ് വേണ്ടതെന്നുള്ളത് അത് ഷോൾഡർ അടിച്ചതിൻ്റെ താഴെ നിന്ന് തുടങ്ങണം കേട്ടോ. അവിടെ നിന്ന് എനിക്ക് വേണ്ടത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് നീട്ടി വരച്ചെടുക്കുവാണ്. എന്നിട്ട് അവിടെയും എത്ര വണ്ണം വേണം അതും കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പം ഞാൻ ആ വേസ്റ്റിൻ്റെ ഇതിൽ കറക്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല, കാരണം കുറച്ച് അകലെ വിട്ടത് ടക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പും കൂടെ വിട്ടതാണ് കേട്ടോ. ടക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വിടുക, അല്ലെന്നുവരെങ്കിൽ അതിലേക്ക് കറക്റ്റ് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. നമ്മൾ സ്ലീവ്സിൻ്റെ അളവും കൂടി ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നമുക്കിതൊന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ വരച്ചതിൽ കൂടെ ഒന്ന് മൊത്തം അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ലാസ്റ്റ് നമ്മൾ ആ സ്ലിറ്റിനുള്ളത് മാർക്ക് ചെയ്തല്ലോ, അവിടെ വന്നിട്ട് നമ്മളൊരു കെട്ടിട്ടിട്ട് അവിടെ നിർത്തുവാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ചിങ്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പം ഇതുപോലെ നമ്മുടെ 4 മെറ്റീരിയൽസും 4 പീസസ് ഉണ്ടാവുമല്ലോ, അത് 4ഉം ഇതുപോലെ കറക്റ്റായിട്ട് വെക്കാം. അതിനിടയിൽ ഞാനിതിപ്പം ഈ ലൈനിങ് ഒന്ന് മടക്കി അടിക്കാൻ മറന്നു പോയിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് അടിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ആ 2 സ്റ്റിച്ചസും ആ സ്ലിറ്റിൻ്റെ അടുത്ത് 2 സ്റ്റിച്ചസും ഇതുപോലെ ഒന്നിച്ചായിരിക്കണം. അതിനുശേഷം നമ്മുടെ കറക്റ്റ് ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇതൊന്ന് ലെവലാക്കി എടുക്കാൻ കുറച്ചൊരു പണിയുണ്ട്. അപ്പോൾ ഞാനതെല്ലാം സെറ്റാക്കി ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ വീതി എടുത്തിരുന്നു 10 ഇഞ്ചസ്, അതവിടെ അതുപോലെ മാർക്ക് ചെയ്യുക. അത് ഈ 4 പീസിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ചാണ് നമ്മളിത് മടക്കി അടിക്കുന്നത്. അപ്പം ഇവിടെ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തതും പിന്നെ മുകളിൽ നമ്മളിപ്പോൾ സ്ലിറ്റ് അടിച്ചല്ലോ, ഇത് രണ്ടും കൂടെ ചേരുന്ന രീതിയിലാണ് നമ്മളിത് മടക്കുന്നത്. നേരത്തെ ഞാൻ താഴ്ഭാഗത്തുള്ള ലൈനിങ് മടക്കി അടിച്ചില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതാണ് കേട്ടോ ഞാനിപ്പോൾ അടിക്കുന്നത്. ലൈനിങ് ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി അടിച്ചെടുക്കാം. 2 ഭാഗത്തെയും ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പം ആ മാർക്ക് നമ്മളിപ്പോൾ താഴെ മാർക്ക് ചെയ്തില്ല, അതിനനുസരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. മുകളിലെയും അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടെ വരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക, വളവ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം അതിൻ്റെ ആ സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിങ്ങനെ 2 വശത്തും ഇതിങ്ങനെ പോയി നമ്മൾ ആ കോർണറിലെത്തും, അവിടുന്ന് അപ്പുറത്തേക്കും ആയിട്ട് നമ്മളിതുപോലെ അടിച്ചെടുക്കുക. ഞാൻ വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ അടിച്ചെടുക്കുക.
ആ ഒരു രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് മടക്കി വെച്ച ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനുള്ള പീസ് മാത്രം അവിടെ വിട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. രണ്ട് വശത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കതൊന്ന് മടക്കി അടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഓപ്പൺ സെറ്റാണ്. സൈഡ് ഓപ്പണിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ജീൻസിനൊക്കെ പെയർ ചെയ്യാവുന്ന തരത്തിൽ നമുക്ക് ഈ ഒരു ലോങ് കുർത്ത യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു മോഡലുമായിട്ട് കാണാം. നിങ്ങൾക്കപ്പം ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.